നമസ്കാരം. RSSന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് അദ്ദേഹം പറഞ്ഞിരിക്കുക ഉണ്ടാക്ക് 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 എന്ന്. എന്താ ഉണ്ടാക്ക്? അങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പുറത്ത് മോഡി പറഞ്ഞിരിക്കുക ഉണ്ടാക്കണ്ട 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 ഉണ്ടാക്കണ്ട. ആ സംഘപരിവാറിൻ്റെ ആൾക്കാർ പാകെ വിഷണ്ണരായിട്ടിരിക്കുക. ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടേ അവർക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ജനസംഖ്യാ നിയന്ത്രണം കേരളത്തിൽ പണ്ടേ ഉള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു രസം. കല്യാണിയെ വാ, ആ പരിപാടി ഇപ്പോൾ കേരളത്തിലില്ല. ഒരു കുട്ടി, രണ്ടാമതൊരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവരെങ്ങനെ ഓഫീസിൽ പോകുമ്പോൾ ആ പെണ്ണിനോട് വയ്ക്കും, ഇത് എന്താടി നിനക്ക് വേറെ തൊഴിലൊന്നുമില്ല, നിന്റെ ഭർത്താവിന് നിനക്കും എന്ന് ചോദിക്കും. ചില സാഹചര്യങ്ങളിൽ മാത്രം രണ്ട് കുട്ടികൾ. അതുകൊണ്ട് ആ ഫാമിലി പ്ലാൻ ചെയ്ത ഫാമിലികളിൽ സുഖമായിട്ട് കഴിക്കുന്നുണ്ട് കേരളത്തിലെ ആൾക്കാർ. സാമ്പത്തിക ക്രമത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. കോടീശ്വരൻ ഉണ്ടായിരിക്കാം, രക്ഷപ്രഭു ഉണ്ടായിരിക്കാം. പക്ഷേ വീടിനകത്ത് ആഹാരം, അവരണിയുന്ന വസ്ത്രം, അതൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. കാരണം എന്താണ്? ഒരു വീട്ടിലൊരു കുട്ടിയേ ഉള്ളൂ. അതിൻ്റെ ഏറി വന്നാൽ രണ്ട് കുട്ടി, അതിലപ്പുറമില്ല. പക്ഷേ ഉത്തരേന്ത്യയിലത്തെ സ്ഥിതി അതല്ല. ഞാൻ രോഹിണിയിലുള്ള സമയത്ത് അവിടെ ആ രോഹിണിയുടെ ഓഫീസിൽ ഞാൻ ഇരിക്കുന്ന SNDPകാരുടെ ഓഫീസിൻ്റെ അവിടെ നിന്ന് താഴെ നോക്കിയാൽ കാണുന്ന ഒരു വീടിനകത്ത് പ്രസവിച്ച് കിടക്കുക. അതിനിപ്പോൾ എന്താ അത്ഭുതം? ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുന്നു, എന്താ അത്ര അത്ഭുതം? അവരുടെ മകളും പ്രസവിച്ച് കിടക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ അത്ര അത്ഭുതം? അവരുടെ മകളും പ്രസവിച്ച് കിടക്കുന്നുണ്ട്, ഇപ്പം അത്ഭുതം തോന്നിയോ? 50-55 വയസ്സുള്ള സ്ത്രീ പ്രസവിച്ച് കിടക്കുകയാണ്, അവരുടെ മകൾ പ്രസവിച്ച് കിടക്കുകയാണ്, അവരുടെ മകളുടെ മകളും പ്രസവിച്ച് കിടക്കുകയാണ്. ഒരു വീടിനകത്ത് ഇന്നും ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒരു വീടിനകത്ത് 16, 17, 18, 19, 20, 21, 22, 23 കൂടി പോയാ. അപ്പോൾ അത്രയും പിള്ളേരാ അവിടെ. പറയാവുന്നിടത്തും പെടുക, ഉണ്ടാക്കാവുന്നിടത്തും ഉണ്ടാക്കുക, ഉണ്ടാക്കാവുന്നിടത്തും ഉണ്ടാക്കുക. ഏറ്റവും എളുപ്പമായിട്ടുള്ള പണിയാണുള്ളത്. ഏറ്റവും എളുപ്പമാണ്, ഏറ്റവും രസകരമാണ്. ആണോ എന്നാ ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അപ്പോഴും കിണ്ടാവുന്നു അല്ലേ? ഉണ്ടാക്ക് ഒരുമിച്ച് പറഞ്ഞാൽ അത് വേറെ അർത്ഥമായിട്ട് വരും. കിണ്ടാന്ന് വരും. ഉണ്ടാക്ക് ആരാ പറഞ്ഞാൽ അറിയോ? മോഹൻ ഭാഗവത്. അയാൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, അയാൾ ഉണ്ടാക്കിയിട്ടില്ല, മറ്റുള്ളവരുണ്ടാക്കാൻ. ഈ ഉണ്ടാക്കി കഴിഞ്ഞ് ഇവരുടെ വായിലിട്ട് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക്, എന്തിനുണ്ടാക്കി അവർ തരുമോ? എന്തർത്ഥത്തിലാണ് ഈ പറയുന്നതെന്ന് അറിയില്ല. എന്തർത്ഥത്തിലാണ് പറയില്ല. അതായത് ജനസംഖ്യ കുറഞ്ഞെന്ന് എന്താ ഉണ്ടാവുക? വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല, യന്ത്രങ്ങൾ ഉണ്ടാവില്ല, അതന്നെ കേസ്. വോട്ടിംഗ് യന്ത്രങ്ങൾ, വോട്ടിംഗ് മെഷീൻ വെച്ചാൽ വോട്ടിൻ്റെ റിസൾട്ട് അളക്കുന്ന മെഷീനല്ല, വോട്ട് ചെയ്യാനുള്ള മെഷീനുകൾ, മനുഷ്യന്മാർ. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങൾ ഇല്ലാണ്ടായി വരും, മനുഷ്യയന്ത്രങ്ങൾ ഇല്ലാണ്ടായി വരും. അതാണ് അവരുടെ പ്രശ്നം. ഒരു സമൂഹത്തിന് നിലനിൽപ്പിന് ജനസംഖ്യാ സ്ഥിരത അനിവാര്യമാണെന്ന് ജനങ്ങൾ വേണം ഇവിടെ, അല്ലെങ്കിൽ രാഷ്ട്രവുമില്ലല്ലോ. പക്ഷെ ഇന്ത്യയുടെ പോലെ ലോകത്തിന് മുമ്പിൽ ആരോ വന്നപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ക്രിക്കറ്റാണല്ലേ നിങ്ങളുടെ റിക്രിയേഷൻ എന്ന്. ആരോ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ റിക്രിയേഷൻ ക്രിക്കറ്റാണ്. അപ്പോൾ അപ്പുറത്തേക്ക് വേറൊരാൾ പറയാ ക്രിക്കറ്റല്ലോ, അവരുടെ മെയിൻ റിക്രിയേഷൻ ഈസ് പ്രൊക്രിയേഷൻ, ഉണ്ടാക്കലാണത്രേ. അതാണ് ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ റിക്രിയേഷൻ. വെറുതെ ഇരിക്കുന്ന സമയത്ത് കല്യാണിയേ വാന്നേ, മക്കളപ്പുറത്ത് കിടന്ന് ഉറങ്ങുണ്ടാവും. അപ്പോൾ അതങ്ങോട്ട് കുറഞ്ഞു പോയി. അവർക്കും മനസ്സിലായി വെറുതെ കുട്ടികളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ. ഒരിക്കൽ ഞാനവിടെ പറഞ്ഞ 5-6 കുട്ടികളെ കൂടുതൽ കുട്ടികളുണ്ടായാൽ കൂടുതൽ സ്ഥലത്ത് 6 കുട്ടികളുടെ 6 സ്ഥലത്ത് ജോലി ചെയ്യില്ലേ? അപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാവില്ലേ? ഈ കുട്ടികളെ ആ വരുമാനം ഉണ്ടാക്കുന്ന കാലഘട്ടം വരെ 10-20 വയസ്സ് വരെ എങ്ങനെ തീറ്റിപ്പറ്റും അതറിയുന്നില്ല. വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ കാളകളുടെ പോലെ, പോത്തുകളുടെ പോലെ, പന്നികളുടെ പോലെ മറ്റുള്ളവരുടെ ഉപജീവനം സുഭദ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള കന്നാലികളെ സൃഷ്ടിച്ച് വിടുകയല്ലേ ചെയ്യുന്നത്. ഒരു കുട്ടിയാണെങ്കിലോ അവൻ നല്ല ആഹാരം കൊടുക്കാൻ പറ്റും, നല്ല വിദ്യാഭ്യാസം കൊടുക്കാം, അവന് ആശയസ്സുണ്ടാവും, ദൃഢതയുണ്ടാവും, ബലമുണ്ടാകും. അതൊന്നും വേണ്ട.
40 വയസ്സാകുമ്പോഴേക്കും ഗതി വോട്ട് ചെയ്യാൻ പോകാത്ര ആദ്യം ഒരു കോലും കുത്തി പിടിച്ച് 40 വയസ്സായിട്ടുള്ളൂ. അപ്പോഴേക്കും കഴിഞ്ഞ് ഇതൊക്കെ നല്ല കാലത്ത് എന്താ ആഹാരം കഴിക്കണ്ടേ? അതില്ലല്ലോ. പക്ഷെ ഇവർക്കത് മതി. ഏതായാലും ഇങ്ങനെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ എണ്ണം കുറയും, ഭാഷകൾ കുറഞ്ഞു പോകണു. ഇത്രേ പല ഭാഷകൾ ഇല്ലാണ്ടായി മാറിയെന്ന് എന്തൊക്കെയാണ് പറയുന്നറിയില്ല. പല സമൂഹങ്ങളും ഇല്ലാതായി മാറി. ഇപ്പം നമ്മളുടെ ഇവിടെ തന്നെയുണ്ട്, നമ്മളുടെ ആ പശ്ചിമഘട്ടത്തിൽ ആദിവാസി സമൂഹങ്ങളുണ്ട്. ഇടുക്കി ജില്ലയിൽ തന്നെ 8 ആദിവാസി സമൂഹങ്ങളുണ്ട്. മന്നാനുണ്ട്, മലപ്പുലയനുണ്ട്, കാണിക്കാരുണ്ട്. കാണിക്കാർ അവിടെയാണോ അറിയില്ല, ഉണ്ട്. ഊരാളികളുണ്ട്, ഉള്ളാടന്മാരുണ്ട്, മുതുവാന്മാരുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് അവിടെ. ആ വിഭാഗങ്ങൾ മുഴുവൻ ഇപ്പോൾ അവരെല്ലാവരും ഗ്രാജുവേറ്റുകളാണ്. എഞ്ചിനീയർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, IAS കാണിക്കാരുടെ ഇടയിൽ. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, ഈ നൂറ്റാണ്ടിലെ കഴിഞ്ഞ നൂറ്റാണ്ട് തുടക്കത്തിൽ നൂറ്റാണ്ട് തുടങ്ങിയ 6ാമത്തെ വർഷം, 2006 1006 മറ്റോ എഡ്ഗാർ തേഴ്സ്റ്റൺ എഴുതി വെച്ചിട്ടുണ്ട്, കാണിക്കാർക്ക് ഇനി സംവരണം വേണ്ട, അവർ ഉയർന്ന സമൂഹമായി കഴിഞ്ഞു എന്ന്. ഒരു വീട്ടിൽ 5 കാണിക്കാരുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 6 പേര് ഡോക്ടർമാരാ. ഒരു രാജനോ മറ്റോ ജില്ലാ കളക്ടറായിരുന്നു അദ്ദേഹം. അപ്പം അവർക്ക് ഉയർന്നു പോയി. അപ്പം എന്താ, നമ്മൾ അവരെ ഉപജീവിച്ചുകൊണ്ട്, അവരെ പറ്റിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കണമെന്ന് വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാവണം നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം അതാണ് സംഭവിച്ചത്. ഇങ്ങനെയുള്ളവരുടെ മരക്കഴുതുകൾ ഈ ലോകത്തിലുണ്ടാകണം, വിദ്യാഭ്യാസം ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ എന്താ, ബീഹാറിലൊക്കെയുള്ള ആൾക്കാരോട് പറയാൻ, അവിടെ ബീഹാറിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സമരം ഉണ്ടായി. മഹാത്മാഗാന്ധി ഒരാൾ വെടിവെച്ചു, അയാളെ അറസ്റ്റ് ചെയ്യണമെന്ന്, ഇപ്പം അറസ്റ്റ് ചെയ്യണമെന്ന് അയാൾ ഇപ്പോഴാണ് സമരം ഉണ്ടാവണത്. 50 വർഷം 60 വർഷം ഇപ്പോഴാണ് അവിടെ സംഭവം എത്തുന്നത്. അപ്പം അങ്ങനെയുള്ള കാളുകളെയും പോത്തുകളെയാണ് ഇവർക്ക് ആവശ്യം. എന്നാലല്ലേ ഒരു കൂട്ടം ആൾക്കാർ, ഒരു ടാക്കൂറിന് കുറച്ച് പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സർപ്പഞ്ചിന് കുറച്ച് പൈസ കൊണ്ട് കൊടുത്താൽ ആ ഭാഗത്തുള്ള എല്ലാവരും പറയും, അതേ ഈ അടയാളത്തിൽ കൊണ്ട് കുത്തിക്കോ. അതേതാണ് അയാൾ, ഏതാ പാർട്ടി, എന്ത് പാർട്ടി, ഏത് പാർട്ടി, ഏത് നേതാവ്, എന്ത് നിലപാട് ഒന്നും അവർക്ക് അറിയില്ലല്ലോ, നേതാവ് പറയണ പോലെ. അപ്പം ആ ഒരു പരിപാടി നടക്കാതെ വന്നപ്പോഴാണ് പറയുന്നത് ഉണ്ടാക്ക് എന്ന് പറയുന്നത്. ഏതായാലും അതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJPയുടെ നേതാക്കൾ പറഞ്ഞത് ഉണ്ടാക്കണ്ട എന്നാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ ഈ പല രോഗരാശങ്ങൾ അവിടെയും ഇവിടെയും പോയിട്ട് ഇപ്പോൾ കുറേ ഗുഹയിൽ ഒളിച്ചിരിക്കല്ലോ, നാഗപ്പൂർ ഗുഹയിൽ ഒളിച്ചിരിക്കല്ലോ, രോഗരാശങ്ങൾ പോയി കാണുകയല്ലേ. ഇപ്പോഴത്തെ കുട്ടികൾ മുഴുവൻ IM കോംപ്ലാൻ പോയി എന്നൊക്കെ പറഞ്ഞ പോലെ ഫ്രിഡ്ജ് തുറക്കുക തിന്നുക. പണ്ടതല്ല, കാലത്തൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം, ചിലപ്പോൾ ഇച്ചിരി ചായേൻ്റെ വെള്ളം, അതല്ല ഇപ്പോഴത്തെ സ്ഥിതി. കാരണം ഒരു വീട്ടിലൊരു കുട്ടിയേ ഉള്ളൂ, എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുവന്നേ കുട്ടിയുടെ വായിൽ തള്ളി കയറ്റി കൊടുക്കണം. അല്ലെങ്കിൽ പറയണം, ഇത് എന്തിനാണ് വാങ്ങിച്ചു കൊടുന്നേ, കഴിക്കണ പോലെ എന്ന് പറഞ്ഞാൽ. അല്ല, അവർ പറയാം എനിക്ക് വേണ്ട. അവന് വയറ് നിറഞ്ഞിട്ടായിരിക്കുന്നതേ. അവന് വീട്ടിലെ ഫ്രിഡ്ജ് തുറന്നാൽ അതിനകത്ത് എപ്പോഴും സാധനങ്ങളുണ്ട്. അതൊരു കുട്ടിയുള്ളപ്പോഴേ പറ്റുള്ളൂ, മാക്സിമം 2 കുട്ടികളുള്ളപ്പോഴേ പറ്റുള്ളൂ. 12 കുട്ടികളുള്ളപ്പോഴോ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ BJP നേതാക്കൾ പറയുന്നത് ഉണ്ടാക്കണ്ട, RS നേതാവ് പറയുന്നത് ഉണ്ടാക്ക്. BJPക്കാർ സംഘപരിവാറിൻ്റെ ആൾക്കാരുടെ സംഖ്യകൾ അവർക്ക് ഉണ്ടാക്കണ്ടേ. അത് അവരുടെ പ്രശ്നം അതാണ്. ഇവിടെ നോക്കുന്ന സമയത്ത് അവിടുത്തെ പ്രസംഗം ഉണ്ടാക്ക്. ഇപ്പോൾ നോക്കുമ്പോൾ BJP ഉണ്ടാക്കണ്ട. ഇപ്പം എന്താ ചെയ്യുക? രാത്രിയിൽ കൂടിച്ചേർന്ന് കിടക്കണോ? രാത്രിയിലെന്നും വേറെ കിടക്കാം. ഇനി അങ്ങനെ വേണോ? ലൂപ്പും ശസ്ത്രക്രിയയും വേണ്ട, രാത്രിയിലെന്നും വേറെ കിടക്കാം. ഇത് മറ്റൊരു കാര്യം, ഞങ്ങളുടെ അവിടെ പണ്ടൊരു KVS നമ്പൂരി എഴുതിയൊരു കവിതയാണത്. മിടുമിടുക്കനായിരുന്നു, ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ല. അദ്ദേഹം പറഞ്ഞതാണ്, വീട്ടിൽ എണ്ണി പറഞ്ഞ 1 ഡസൻ മക്കളാ. മൂത്തവൻ്റെ പേര് അർജുനൻ, നിൽക്കവയ്യ പേര് അർജുനൻ എന്നാ പറഞ്ഞിട്ടുള്ളത്. അമ്മതൻ ഗർഭം മകൾക്കു പകർന്നതല്ല, അമ്മഹാരോഗം മഹോദരമാണേടോ. ഒരു കുട്ടിക്ക് വലിയ വയറാ. അമ്മതൻ ഗർഭം മകൾക്കു പകർന്നതല്ല, അമ്മഹാരോഗം മഹോദരമാണേടോ. അടുത്ത മോൻ നിൽക്കവയ്യ പേര് അർജുനൻ, എനിക്ക് നിൽക്കാൻ വയ്യ. ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? വോട്ട് ചെയ്യാൻ ഏതായാലും മതിയല്ലോ, എന്ത് സാധനമാണെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്കത് മതിയേ, അതാണ് സംഭവം. ഏതായാലും NDയുടെ ND ഉണ്ടല്ലോ,
അതാണല്ലോ ഇവരുടെ സഖ്യം, എൻ ഡി സഖ്യത്തിൻ്റെ കക്ഷിയായിട്ടുള്ള JDU. മറ്റു പലരും പറഞ്ഞില്ല ഇന്നസെൻ്റ് പറയാ അവർ ഇയാൾക്ക് വേറെ തൊഴുന്നുമില്ലേ, ഉണ്ടാക്കണ പരിപാടിയോ അതിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരേ കൊച്ചു പുസ്തകം കൊടുക്കട്ടെ, അങ്ങനെ വികാരം ഇങ്ങനെ തിളച്ചു പൊത്തട്ടെ. ഇപ്പോൾ കൊച്ചു പുസ്തകം കൊണ്ട് കാര്യമില്ലല്ലേ, CD പോയില്ലേ, എന്തിനാ ഇപ്പോൾ വാട്സപ്പ് തുറന്നാൽ കിട്ടുമല്ലോ. അതൊക്കെ പഠിപ്പിക്കട്ടെ. ഇവർ വിളിച്ചിട്ട് ഇവരുടെ OTC എന്തൊക്കെ ഉണ്ടല്ലോ, അവിടെ വിളിച്ചിട്ട് ഈ ഒരു പരിപാടി അങ്ങോട്ട് പഠിപ്പിക്കട്ടെ. ഇതെങ്ങനെയൊക്കെ ആവാം, ഏത് പോസിലൊക്കെ ആവാം, ഏത് രീതിയിലൊക്കെ ആകാം, എപ്പോഴൊക്കെ ആയാലും ഗുണം ഉണ്ടാവുക, എപ്പോൾ വിത്തിട്ടാലാ മുളയ്ക്കുക, എപ്പോൾ വിത്തിട്ടാലാ മുളയ്ക്കാതിരിക്കുക, അതൊക്കെ പഠിപ്പിക്കട്ടെ. ഇനിയിപ്പോൾ അതാവും പഠിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കാര്യം പറയണത്. ദണ്ഡാപ്രയോഗം തന്നെ. ഏത് മുളവടി അല്ല കേട്ടാ, മുളവടി ദണ്ടയല്ല, അല്ലാത്ത ദണ്ട. അത് ഏത് ദണ്ട എനിക്കറിയില്ല, നിങ്ങൾക്കറിയോ? എന്താ ചിരിക്കണേ? ഞാൻ പറയൂല്ല, പറഞ്ഞാൽ പറയാ സ്വാമി തെറി പറയണു. അപ്പം ആ ദണ്ഡാ പ്രയോഗം അതങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് പഠിപ്പിക്കട്ടെ. എന്നിട്ട് അവനങ്ങോട്ട് ഉണ്ടാക്കട്ടെ അങ്ങോട്ട്. എന്നിട്ട് നമ്മുടെ ജനസംഖ്യ, ലോകത്തിലെല്ലാവരും സ്വർണം കുഴിച്ചെടുക്കുന്നു. ചൈനക്കാർ കുഴികുത്തുന്നത് അവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷി. ചൈനയ്ക്ക് ആകാശം മുട്ടി നിൽക്കുകയാണ് അവരുടെ എക്കണോമിയും കാര്യങ്ങളൊക്കെ. എല്ലാവരും അതിന് ശ്രമിക്കുമ്പോൾ ഇവിടെ കുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തുണ്ടാക്കാൻ? ഇപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളിൽ നമ്പർ 1 ഓട്ടത്തിലല്ല, ചാട്ടത്തിലല്ല, കണ്ടുപിടുത്തത്തിലല്ല. ആ രംഗങ്ങളിലൊക്കെ എന്നും കാണാം ക്രിക്കറ്റിൽ ഔട്ടായി, പുറത്താവലാണ്, എന്നും പുറത്താവലാണ്. 25 വർഷം മുമ്പത്തെ പത്രം എടുത്താലും കാണാം ഇന്ത്യ പുറത്തായി. ഇപ്പോഴത്തെ പത്രം എടുത്ത് നോക്കിയാലും ഇന്ത്യ പുറത്തായി. പക്ഷെ ഒരു കാര്യത്തിൽ ഇങ്ങനെ മേലോട്ട് വരുന്നുണ്ട്. എന്ത് പരിപാടി? ഉണ്ടാക്കൽ പരിപാടി. അതിപ്പോൾ 130 കോടി 140 കോടി ഇപ്പം എത്രയും ദൈവത്തിനില്ല, കുറേ ഒന്നും കണക്കിൽ പെട്ടിട്ടുമില്ലല്ലോ. ഏതായാലും ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇവർക്ക് ഇങ്ങനെയൊക്കെ തന്നെ പറയാൻ കഴിയുള്ളൂ. സന്ദീപ് വാര്യർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സന്ദീപ് വാര്യർ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിയാൻ ആൾക്കാർക്ക് പേടിയാണ്. പക്ഷേ സന്ദീപ് വാര്യർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ജനസംഖ്യാ നിയന്ത്രണം അത്യാവശ്യമില്ലെന്ന് മോഹൻ ഭാഗവത്. ഉണ്ടാക്കാൻ നിയന്ത്രണം അത്യാവശ്യമാണെന്ന് മോഡി. രാത്രിയിലെന്നും വേറെ കിടക്കാം എന്നാണ് മോഡിയുടെ ഉപദേശം. ആര് പറയുന്നതാണ് ശരിയായിട്ടുള്ള നിലപാടെന്ന് അറിയാണ്ട് സന്ദീപ് വാര്യർക്ക് വല്ല വിഷമമുണ്ടോ? ഇപ്പം സന്ദീപ് വാര്യരുടെ മനസ്സിൽ ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടേ അങ്ങനെ സന്ദീപ് വാര്യർക്ക് വല്ല വിഷമമുണ്ടോ? വിഷമല്ലേ? ഇപ്പോൾ സന്ദീപ് വാര്യർ മിണ്ടാണ്ടിരിക്കുന്നേ, സംഖ്യകൾ കിടന്ന് പരക്കാൻ പായട്ടെ. അവരവിടെ എവിടേക്കും പോയി ചോദിക്കട്ടെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഉണ്ടാക്കട്ടെ എന്ന്. എന്തൊരു കഷ്ടം നോക്ക്. ഇതാണോ രാഷ്ട്രീയ പാർട്ടി? രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടുകളും ഇല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിയോ? അങ്ങനെയുണ്ടോ രാഷ്ട്രീയ പാർട്ടി? ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല. IND എന്ന് പറഞ്ഞ മുന്നണിയുണ്ട്. ആ മുന്നണിയെ ഇന്ത്യ എന്ന് പറയാൻ പോലും അവർക്ക് താല്പര്യമില്ല. അതിന് മറ്റൊരുത്തോണ്ട് വിറയൽ, അയാൾ പറഞ്ഞു എന്ന് പറയില്ലേ, ഇണ്ടി എന്നാ പറയുക. അണ്ടി എന്ന് പറയാൻ ഭാഗ്യം. ഇന്ത്യ എന്ന് പറയുന്ന പോലും അവർക്ക് ഇഷ്ടമല്ല. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അവർക്ക് ഇഷ്ടമല്ല. ഇവർക്ക് ഈ അമ്പലം പൊളിക്കൽ, ഞങ്ങളെ ലിംഗം കളഞ്ഞു പോയി. ഇന്നിപ്പോൾ കാലത്തൊരാൾ വിളിച്ചു പറയാണ്, സ്വാമി രാത്രിക്കും പുറത്ത് പണ്ടൊക്കെ നമ്മളുടെ വീടിനകത്ത് ടോയ്ലറ്റ് ഉണ്ട്. എന്നാലും പഴയ വീടുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് പുറത്തിറങ്ങിയിട്ടല്ലേ മൂത്രം ഒഴിക്കുക. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചാൽ പുറത്തിറങ്ങി മൂത്രം ഒഴിക്കാൻ പേടിയാണ്. രാത്രി വല്ലത് ലിംഗം എൻ്റെ ലിംഗം ഇത് എടുത്തുകൊണ്ട് അയാൾ പേടിച്ചിട്ട്, സംഘപരിവാറുകാരെ പേടിച്ചിട്ട്, ഇവിടെ ലിംഗം പുറത്തിട്ട് വേണ്ടേ, ഒഴിക്കടാ എന്ന് പറഞ്ഞാൽ അവനെ ഒഴിക്കാൻ നിൽക്കുമ്പോൾ എല്ലാവരും കൊണ്ടുപോയാൽ അതേ ഞങ്ങളുടെ ലിംഗം കൊണ്ടാൽ ലിംഗം തേടി നടക്കുന്ന ആൾക്കാർ ലിംഗാന്വേഷകരാണല്ലോ ഇവരെല്ലാവരും. എന്തൊരു നാണക്കേടാന്ന് നോക്കൂ. നമസ്കാരം.